ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ മനസ്സ് നീ പറയുന്നിടത്ത് നിൽക്കുന്നില്ല. മനസ്സ് കൈവിട്ടാലുള്ള അവസ്ഥ അറിയാലോ. സങ്കടങ്ങളുണ്ട്, എനിക്കതറിയാം. പക്ഷെ അതെല്ലാം തരണം ചെയ്യുന്നിടത്ത് നമ്മൾ നമ്മുടെ ദുരിതങ്ങളെ തോൽപ്പിച്ച് ജീവിച്ച് കാണിക്കേണ്ടത്. കാന്താരി പെണ്ണൊന്നും ഇപ്പൊ ഉണ്ടല്ലോ. ആഹാ, രണ്ടുപേരും കൂടി നടക്കിറങ്ങിയതാ. ഞങ്ങള് വെറുതെ എത്ര നേരം മോളെ അകത്തിങ്ങനെ കുത്തിയിരിക്കുന്നേ. ദേ, ഇയാളെ കൊണ്ട് നടക്കാൻ പോയാ ഇയാളുടെ കുറച്ച് പുളുവടിയും കേൾക്കാം. അത് ഞാൻ കേൾക്കുന്നോണ്ട് ഇയാളെന്നെ സഹിക്കുകയും ചെയ്യും. അതെന്തായാലും കൊള്ളാം, രണ്ടുപേരും ചേരും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറച്ചേരായി വന്നിട്ട്, വീട്ടിൽ തിരക്കുന്നുണ്ടാവും. രാഘവേട്ട, പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള കുട്ടിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, വീട്ടുകാരിപ്പോ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇവിടെ വന്നപ്പോ സ്നേഹമുള്ളൊരു കൊച്ചിനെ കിട്ടിയതാ. കല്യാണത്തോടെ അതും ഇവിടുന്ന് പോവും. അതിനൊട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സമ്മതിക്കുന്നത്. വാപ്പച്ചി ഉമ്മച്ചി ഇതിന്റെ പേരിൽ സങ്കടപ്പെടുത്താൻ അവൾക്ക് പറ്റുന്നില്ല. അതിനായി അവൾ അവളുടെ സന്തോഷം തന്നെ ഇല്ലാതാക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ മഷയിട്ട് നോക്കിയാൽ കിട്ടുമോ? ഇല്ല. പാവം കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടാ പോയത്. എങ്ങനെങ്കിലും ആ കല്യാണം ഒന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു. പതുക്കെ പതുക്കെ ഇറങ്ങും മോളെ. എനിക്കിപ്പോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അമ്മേ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ക്ഷീണം ഒഴിച്ചാ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോ നല്ല ഓക്കെ എന്ന് പറഞ്ഞോണ്ടേ നാളെ തന്നെ ലീവ് മതിയാക്കി അങ്ങ് ഓഫീസിൽ പോവാന്ന് വിചാരിക്കണ്ട. 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാ മതി. ശരിയാ മാഡം, ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഫോർവേഡ് ചെയ്തോളാം. പിന്നെ കാര്യങ്ങള് വീട്ടിലിരുന്നായാലും മാഡത്തിന് നോക്കാലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ജോലിക്ക് കയറിയ പിന്നെ ഇവളായിട്ടൊരു റെസ്റ്റ് ഇവക്ക് കൊടുക്കൂല. മേലും കീഴും നോക്കാതെ അങ്ങ് ഓടി നടക്കുകയും ചെയ്യും. അമ്മേ, അമ്മേ, ചേച്ചിയമ്മേ, ചേച്ചിയമ്മേ, ഞങ്ങളെ പിടിക്കണോ? ഓ വേണ്ട വേണ്ട, ഇവിടെ വരെ എന്റെ മോളെ എനിക്ക് കൊണ്ടുവരാൻ അറിയാമെങ്കിലേ എനിക്ക് മോളെ അകത്തോട്ട് കൊണ്ടുപോകാനും അറിയാം. ഓ, വലിയ സഹായക്കാര് വന്നേക്കുന്നു. എന്നാലും ഞങ്ങളെ പിടിക്കാൻ ചേച്ചിയമ്മേ. വാ അമ്മേ, വാ. വാ നടക്ക്. എന്നാ പിന്നെ മാഡം ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരിയല്ല. ഞാൻ ഈ ബാഗൊക്കെ അകത്തുകൊണ്ട് വെക്കട്ടെ. വാ ശാന്ത. ഇനി മക്കളുടെ വിശേഷങ്ങൾ പറ. ഞങ്ങൾക്ക് ഇവിടെ എന്ത് വിശേഷം ചേച്ചിയമ്മേ? അമ്മയോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യ. ഭക്ഷണം ഒന്നും കഴിക്കുകയില്ല, ഞങ്ങൾക്കെടുത്ത് തരികയില്ല അമ്മേ. ഞങ്ങള് രണ്ടുപേരും കൂടിയാ ചോറൊക്കെ എടുത്ത് കഴിക്കുന്നത്. നേരത്തെയൊക്കെ എന്നോടും സത്യോടൊക്കെ അമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അടുത്ത് നിന്നാ വഴക്കിട്ട് ഓടിക്കും.
ഒരു ദിവസം കാലത്ത് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ശാരദാമ്മ വിളിച്ചതിന് ശേഷാ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അമ്മ എന്താ ചേച്ചിയമ്മ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നേ? ആഹാ, അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പിള്ളേരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ ഞങ്ങള്. എന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ. എടി ശ്യാമേ, ഇങ്ങ് വന്നേ. അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ചേച്ചിയമ്മ മക്കളിപ്പോ ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിൽ ശ്യാമ തരത്തില്ലേ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ വഴക്കിടുന്നെന്ന്. ആ അത് ശരിയാ. അതുകൊണ്ട് ചേച്ചി അമ്മാവത്ത് പോയി ചോദിക്കാം. നല്ല രീതിയിൽ വഴക്കിടുകയും ചെയ്യാം. പോരെ? അത് മതി. ശ്യാമാന്റി തല്ലണ്ടേ കേട്ടോ. ഇല്ല, തല്ലില്ല. പറഞ്ഞത് അബദ്ധമായോ സത്യ? അതെന്താ പപ്പി അങ്ങനെ ചോദിച്ചത്? അമ്മ എന്നെ വഴക്ക് പറയോ? എന്താ മോളെ ഇതൊക്കെ? നമ്മുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ കുട്ടികളുടെ അടുത്താണോ കാണിക്കുന്നത്? അവർക്ക് എന്തറിയാനാ? അല്ലെങ്കിൽ തന്നെ അവർക്ക് നേരെ നമ്മളിത് കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? കുറെ സങ്കടങ്ങള് സ്വയം അനുഭവിക്കാന്നല്ലാതെ മറ്റെന്ത് ഗുണാ ഇതിന്ന് ഉണ്ടാവുന്ന? കുഞ്ഞിച്ചി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മടുത്തു. ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്? എനിക്കിപ്പോ എന്നോട് എന്നെ ദേഷ്യം തോന്നുന്നു. ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്ന? നിന്റെ മനസ്സ് നീ പറയുന്നിടത്ത് നിൽക്കുന്നില്ല. മനസ്സ് കൈവിട്ടാലുള്ള അവസ്ഥ അറിയാലോ. സങ്കടങ്ങളുണ്ട്, എനിക്കതറിയാം. പക്ഷെ അതെല്ലാം തരണം ചെയ്യുന്നിടത്ത നമ്മൾ നമ്മുടെ ദുരിതങ്ങളെ തോൽപ്പിച്ച് ജീവിച്ച് കാണിക്കേണ്ടത്. ഇപ്പതേ എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്നെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടല്ലേ ഞാനിപ്പോ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താ? തോൽക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. ഈശ്വരന്റെ മുന്നിലെ ഞാൻ എന്റെ ജീവൻ അടിയറവ് വയ്ക്കുമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പും വിശ്വാസവും നമുക്ക് നമ്മളിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല.